അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ലഭിക്കുന്ന അവസരം. ഖുർആൻ ശരിയായ രീതിയിൽ തജ്വീദ് നിയമങ്ങൾ പാലിച്ചു ഓതാൻ ശ്രമിക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മുടെ മുത്തുനബി ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? നമുക്ക് നോക്കാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമ്മുടെ വീഡിയോ നമ്മളെ ചാനലിൽ ഖുർആനിനെ കുറിച്ചിട്ട് ഖുർആൻ എങ്ങനെ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓതാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും അങ്ങനത്തെ ഒക്കെ നിറവേറാനുള്ളതും പ്രയാസങ്ങൾ നീക്കിട്ടാൻ ബുദ്ധിമുട്ടുകൾ അടങ്ങാറുകളൊക്കെ മാറാനുള്ള ദുആകളും ദിക്റുകളും അതുപോലെ തന്നെ നിസ്കാരത്തിനെ കുറിച്ചിട്ടും അങ്ങനെ എല്ലാതും കോർത്തിണക്കിയ ഒരു ഇസ്ലാമിക് ചാനലാണല്ലോ അല്ലേ നമ്മളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എനിക്ക് അറിയണ പോലെ അല്ലെങ്കിൽ ഞാൻ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചിട്ട് നല്ല ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള വുമൺസുണ്ടാവുമല്ലോ, സ്ത്രീകളുണ്ടാവുമല്ലോ, അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുന്നതാണ്. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആൻ നന്നായി ഓതുന്നവന് മാന്യരായ മലക്കുകളോടൊപ്പമായിരിക്കും. പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്നവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ വരുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. ക്ഷമയോടെയും സ്ഥിരതയോടെയും ദിവസവും കുറച്ചു സമയം ഖുർആൻ പഠിക്കുകയും ആവർത്തിച്ച് പരിശീലിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളുടെ പരിശ്രമത്തിന് വലിയ പ്രതിഫലം നൽകും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖുർആൻ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ പറയുന്നത് തുടക്കക്കാർക്ക് ഖുർആൻ ഓതുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളാണ്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുർആൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായ നിയ്യത്തുണ്ടാവുക. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ നിയ്യത്ത് വേണം. നിയ്യത്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടും. വുളൂവോടു കൂടിയും ആദരവോടു കൂടിയും ഖുർആനിനെ സമീപിക്കുക. അധ്യാപകൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ ഞാൻ പറയണത്, ഇപ്പോൾ എൻ്റെ വോയിസാണ് നിങ്ങൾ കേൾക്കണതെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. തജ്വീദ് നിയമങ്ങൾ ക്രമേണ പഠിക്കുക. നമ്മൾ സാധാരണ പുസ്തകം അങ്ങനെ വായിക്കും പോലെ വായിച്ചാൽ പോരല്ലോ. ഖുർആനിന് അതിൻ്റേതായ നിയമങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് മാത്രം ഓതുക. ദിവസവും പഠിച്ചതൊന്ന് ആവർത്തിക്കുക. അതായത് നമ്മൾ ഖുർആൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഓതൽ വളരെയധികം മഹത്വം ശ്രേഷ്ഠത ഉള്ളതാണ്. ഒരുപാട് കൂലി കിട്ടൂലേ നമുക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചത് കുറച്ചായിരുന്നെങ്കിലും നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. വേഗത്തിൽ ഓതാൻ ശ്രമിക്കാതെ ശരിയായി ഓതാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാതെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അങ്ങനെ ശബ്ദം കസറുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഓതാതെ അതിൻ്റെ അക്ഷരസ്ഫുടതയോടുകൂടി നമ്മൾ ഓതുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖുർആൻ ശരിയായി പഠിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്
അപ്പോൾ ഇനി ഓരോ ക്ലാസ്സും ഉണ്ടാവും കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.